സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഓതിയിട്ടില്ല നിങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞു. ഞാനിതാ പറയുന്നു, ഓതിയിട്ടുണ്ട്. കേട്ടോളൂ. ബഹുമാനപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കണം നിങ്ങൾ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ബൈത്തി ആമിറുൽ അൻസാരി. ഇതാ ഇത് കനപ്പെട്ട ഒരു തെളിവാണ് പറയുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ. ആമിറുൽ അൻസാരി എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. റസൂൽ പോയപ്പോ ഞാനും പോയി. ആരാ പറയുന്നത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താ ചെയ്യുന്നത് എന്നറിയോ? ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ടവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ, നമ്മൾ പറയും മൗലിദ് എന്ന് പറയും. വഖാഇ വിലാദത്തിഹി എന്ന വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതന്നെ നമ്മളെ മൗലിദിലുള്ളത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. റസൂൽ ജനിച്ചപ്പോഴുള്ള അത്ഭുതങ്ങളാണ് നമ്മുടെ മൗലിദിലും പറയുന്നത്. അതുപോലെ ആമിറുൽ അൻസാരി തങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, അതായത് മൗലിദ് ഓതുകയാണ്. ആരുടെ? സഹാബത്തിന്റെ മുന്നിൽ കൂട്ടുകുടുംബാദികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്റെ വീട്ടിൽ വെച്ച് മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നു. ആ സദസ്സിലേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സദസ്സിലേക്ക് അങ്ങെത്തിയപ്പോൾ ആമിറുൽ അൻസാരി തന്റെ മൗലിദ് പരിപാടി നിർത്തുന്നില്ല. മഹാനവറുകൾ അവിടെ കൂടിയ ആളുകളെ വിളിച്ചു പറയുന്നു, ഹാദാ അൽയൗം, ഹാദാ അൽയൗം. മക്കളെ, റസൂല് പ്രസവിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ദിവസം ഇന്നാണ് മക്കളെ, ഇന്നാണ്. റസൂല് ജനിച്ച ആ ദിവസത്തിൽ തന്നെ അവിടെ വെച്ച് സ്വഹാബത്ത് മൗലിദ് ഓതുന്നു. ഹാദാ അൽയൗം, ഹാദാ അൽയൗം. ഇന്നാണത്, ഈ ദിവസത്തിലാണ് ആ സംഭവം നടന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ജന്മദിനത്തിൽ മൗലിദ് ഓതുന്നു. ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത്? അത് തെറ്റാണ്, നരകത്തേക്കാണ്, മിണ്ടിപ്പോകരുത് എന്നാണോ? അല്ലേ, അല്ല. ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാ. ആമിറേ, നിനക്ക് അല്ലാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു. വൽ മലായികതു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്. മലക്കുകൾ മുഴുക്കയും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. മാത്രമല്ല, ഭാവിയിൽ മൗലിദ് ഓതുന്ന നമ്മളെ പോലോത്ത ആളുകൾക്ക് പ്രചോദനമായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫമൻ ഫഅല ഫഅലക നജാ നജാതക. അതുകൊണ്ട് ആമിറേ, നീ ഓതിയതുപോലെ ചെയ്തതുപോലെ ആര് ചെയ്താലും നജാ നജാതക, നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് ഇതാ പറയുന്നു, ജന്മദിനത്തിൽ റസൂലുള്ള ജനിച്ച ദിവസം തന്നെ സ്വഹാബത്ത് മൗലിദ് ഓതുന്നു. ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദിഹ്യ തന്റെ കിതാബ് അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു, ഈ സംഭവം ഉദ്ധരിക്കുന്നു. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ ജന്മത്തോടനുബന്ധിച്ച് മൗലിദ് ഓതിയിട്ടില്ല, അവര് റസൂൽ ഓതിയിട്ടില്ല, റസൂൽ ഇത് അറിഞ്ഞിട്ടില്ല. 23 വർഷക്കാലമായിട്ട് റസൂലിന് പരിചയമില്ല, റസൂൽ എന്തേ അത് പഠിപ്പിച്ചു കൊടുത്തില്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ട്, റസൂൽ അത് അറിഞ്ഞിട്ടുണ്ട്, റസൂൽ അത് കണ്ടിട്ടുണ്ട്, റസൂൽ അത് കേട്ടിട്ടുണ്ട്. റസൂലുള്ള നിരോധിച്ചിട്ടില്ല. മൗലിദ് ഓതിയ ആളോട്, ആൾക്ക് വേണ്ടി റസൂല് പ്രാർത്ഥിക്കുന്നു. അത് ചെയ്തവൻ വിജയിക്കുമെന്ന് റസൂല് പഠിപ്പിക്കുന്നു. ഇതാ സുന്നികളായ ഞങ്ങളെ തെളിവ്. മനസ്സിലായോ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല.
എല്ലാ വർഷവും ചെയ്യേണ്ട, ഒരു വർഷം ചെയ്താൽ, ഒരു ദിവസം തന്നെ ചെയ്താൽ നമുക്ക് തെളിവാ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ പോക്കറ്റിൽ നിർത്താണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ജന്മദിനത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. 100 വട്ടം ചെല്ലണമെന്നും ചെയ്യില്ല. അതൊക്കെ നിങ്ങളെ പൊട്ടപ്പുറത്തിലാണ്. ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയാത്തത് കൊണ്ട്, നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മൗലവിമാർക്ക് ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ്. ഇത് റസൂൽ ഒരിക്കൽ ചെയ്താൽ മതി. എല്ലാ കൊല്ലം ചെയ്തിട്ടുണ്ടോ നോക്കിങ്ങൾ? റസൂല് ചെയ്തു, സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്തു എന്നാണ് മൂപ്പർ ചോദ്യം. ഇതപ്പോ എല്ലാ കൊല്ലവും ചെയ്തോ? എന്താ ഇതിലൊക്കെ? ഇത് ഊളമ്പാറിക്ക് ഇയാളല്ല, അയാൾക്ക് പഠിപ്പിച്ചെന്ന മൗലവിയെ പറഞ്ഞേക്കണം. ആ ജാതി ഭർത്താനാണ്. ഇസ്ലാമിലെ സുന്നത്തിന് ഒരിക്കൽ സ്ഥിരപ്പെട്ടാൽ മതി സഹോദര. 100 വട്ടം ചെയ്യണമെന്നുണ്ടോ? ഒരാളെ ഒന്ന് മുറിഞ്ഞു, പിന്നെ ഒന്ന് മുറിയ, ഇനി ഒരിക്കലും മുറിയട്ടെ, ഇനി മുറിയട്ടെ, ഇനി മുറിയട്ടെ, 101 ആവർത്തിക്കണമെന്നുണ്ടോ? ഇത് മുറിയണമെങ്കിൽ എവിടുന്ന അതൊക്കെ ദീന് പഠിക്കണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഇത്രയും സമയം നമ്മൾ വളരെ ദീർഘമായ സമയം, അൽഹംദുലില്ലാ 12 മണിയോളമായി നിയമപാലകരുടെ വളരെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം നീണ്ടുപോയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഇത് സഹായകമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നമ്മളോട് പൊടുന്നനെ എടുത്തു ചാടിയവരും അല്ലെങ്കിൽ സദസ്സിൽ വെച്ച് സമ്മതിച്ചിട്ടില്ലാതെ ഇടക്ക് പോയിട്ടുള്ളവർക്കൊക്കെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അവർ നന്നായി ചിന്തിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് അവർ